ഹലോ മൈ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷം? ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നു. അപ്പോൾ ഞാനിന്ന് കാര്യമായിട്ട് വന്നതേ, നമ്മളെ എന്താ പറയുക, യൂബറിൽ ഇപ്പോൾ കുറച്ച് അപ്ഡേഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അത് ആർക്കൊക്കെ മനസ്സിലായിട്ടില്ല എന്നറിയില്ല. അപ്പോൾ വന്നിട്ട് 2 ആഴ്ചയായി. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് ഇത് അറിയില്ല, ചിലർ അറിഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഓടിയാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇത് എങ്ങനെയാണ്, എന്താണ്, ഏതാണെന്നൊക്കെ. അപ്പോൾ ഇതിൽ മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നത് അപ്പുറത്തോട്ട് മാറിയിരുന്നു. അതായത് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് വലിയൊരു സംഭവമല്ല, വലിയൊരു വിഷയമായിട്ടുള്ള കാര്യമല്ല. ആദ്യം നമുക്ക് ഒരു ഒന്നാമത് വന്നത്, ആദ്യം നമ്മൾക്ക് നിന്ന് ഇതിൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഫീയും കാര്യങ്ങളൊക്കെ അവർ പിടിക്കരുതെന്ന് പറയല്. നമുക്ക് ഈ പിന്നെ ഡെയിലി നമ്മൾ ഓടുന്നതിൽ ഇങ്ങനെ പിടിച്ച് പോലെ 10, 20, 30 ആയിട്ട് ഇങ്ങനെ പിടിച്ച് പോലെയായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വന്ന് പുതിയ അപ്ഡേഷൻ വന്നപ്പോൾ നമ്മൾ ഓടുന്നതിനനുസരിച്ച്, അതായത് നമ്മൾ 500 രൂപക്ക് ഓടിക്കഴിഞ്ഞാൽ 50 രൂപ അവർ പിന്നെ പിടിക്കും. ഒരു 3000 രൂപക്ക് ഓടുകയാണെങ്കിൽ ഒരു 200, 300 രൂപൻ്റെ അടുത്ത് വരെ അവരെ ചാർജ് പിടിക്കും. ഇത് ഓൾറെഡി അവർ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഇതിനേക്കാളും കൂടുതലാണ് അവർ പിടിച്ചുകൊണ്ടിരുന്നത്. അതിപ്പോൾ കുറച്ച് കുറഞ്ഞ്, അതുമല്ല അതിനൊരു പ്ലാറ്റ്ഫോം കൂടി കൊടുത്തപ്പോൾ നമുക്കത് പിന്നെ അതിൽ കാണിക്കാൻ പറ്റും. അത് ഞാൻ ഇതിൽ കാണിച്ചു തരാം. അങ്ങനെ കാണിക്കും. അത് അനദർ ഫീ എന്ന് പറഞ്ഞാൽ കൊടുക്കും. അത് ഞാൻ എല്ലാത്തിലും അന്വേഷിച്ചത്, അതായത് ഒരു കമ്പനിയിൽ മാത്രമല്ല, എല്ലാ കമ്പനിയിലും പേഴ്സണലായിട്ട് ഓടുന്ന ആൾക്കാരും എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്ന ഒരു പിന്നെ കാര്യം കൂടിയാണ് എന്ത്, ഈ ഫീ പിടിക്കുക എന്നുള്ളത്. ഓക്കെ, ഞാൻ യൂബറിലുള്ള ആളെയും വിളിച്ച് ചോദിച്ചു. അവര് പറയുന്നത് വെച്ചാൽ കമ്പനി പിടിക്കുകയാണെന്ന് പറയും, കമ്പനി പറയുന്നത് യൂബർ പിടിക്കുകയാണെന്ന് പറയും. ഈ ഒരു വിഷയമുള്ളൂ, വേറെ വിഷയമൊന്നുമില്ല. പിന്നെ ഇതിൽ വരുന്നത് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ടോൾ അടക്കുമ്പോൾ ടോളിൻ്റെ പൈസ ഇതുപോലെ നമുക്ക് റീഫണ്ട് കിട്ടിയിരുന്നു. ഇപ്പോൾ ടോളിൻ്റെ പൈസ ടാക്സിലേക്കാണ് അവർ ആഡ് ചെയ്തത്. അത് നമുക്ക് ടോൾ റീഫണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. അത് ഇതിലുണ്ടാവും. നമ്മളെ സൈഡിൽ ഞാൻ കാണിച്ചു തരാം. അത് റീഫണ്ട് എന്ന് പറഞ്ഞ് കാണിക്കും. ആ റീഫണ്ടിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ IGST എന്ന് പറഞ്ഞാൽ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാണ് കൊടുക്കുന്നത്. അതിപ്പം 126 രൂപയാണെങ്കിൽ 126 രൂപയിലേക്ക് പോകും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിലവാരം. അതുകൊണ്ട് തന്നെ ആദ്യം ഓടുന്നവർക്ക് ഇത് റീഫണ്ട് കിട്ടിയിരുന്നു. പിന്നെ ഈ പറഞ്ഞ എമൗണ്ട് ആർക്കും കയ്യിൽ നിന്ന് അങ്ങനെ പോകുന്നത് അറിയില്ലായിരുന്നു. ഇപ്പൊ അറിഞ്ഞുകൊണ്ട് അവർ എടുക്കുന്നു, അത്രേ ഉള്ളൂ. അതിപ്പം കുടുങ്ങിപ്പോയത് ആരൊക്കെയാന്ന് വെച്ചാൽ, കമ്പനിയിൽ വിളിക്കുമ്പോൾ കമ്പനിത്തെ 2 ആഴ്ച കമ്പനിയോട് ഞാൻ ചോദിക്കുന്നത്, കമ്പനിക്കുള്ളവർക്ക് തന്നെ ഒരു വലിയൊരു ഐഡിയ കിട്ടിയിട്ടില്ല. പിന്നെന്ന് പറഞ്ഞാൽ എല്ലാ ഫീറ്റ് നടത്തുന്ന ആൾക്കാർക്കും പേഴ്സണലായിട്ടുള്ള ആൾക്കാർ വിളിച്ചിങ്ങനെ ചോദിക്കാണ്, എന്താണിത്, എങ്ങനെയാണ് ഈ ഫീ എന്തിന്